ഇവിടെ നമ്മുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ സുഗതൻ ഈ കൗൺസിൽ ഇറങ്ങി വരത്തില്ല. നിങ്ങൾ മൈക്ക് പ്രൊഡക്റ്റിൽ ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ചത് പറഞ്ഞാൽ ഇങ്ങോട്ട് നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങൾ സംഭവിച്ചു പറഞ്ഞു. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ശിവ പാർട്ടി എന്ന കൗൺസിൽ എന്റെ പിടിച്ച് നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർക്ക് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരും കാണിച്ചത്. നിങ്ങൾ തിരിച്ചു എന്താ പറഞ്ഞത്? നിങ്ങൾ തിരിച്ചു എന്താ പറഞ്ഞത്? മിണ്ടരെന്ന് പറഞ്ഞു. ശബരിനാഥ് കൗൺസിലർ പറഞ്ഞു മിണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞു. ശിവ പാർട്ടി കൗൺസിലർ കൊടുത്തല്ല. ശബരിനാഥിനെ പേടിച്ചുകൊണ്ട് BJP കൗൺസിലറായിട്ടുള്ള സുഗതൻ രാജിവെച്ച് പുറത്തു പോവുകയാണ്. സുഗതൻ ഇനിയിപ്പോൾ കോർപ്പറേഷനിൽ വരാൻ പറ്റത്തില്ല. കാരണം കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ ഇനി ഇതിനുള്ളിൽ കയറ്റത്തില്ല എന്നുള്ളത് ശബരിനാഥൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, വെല്ലുവിളിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ സുഗതൻ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ സുഗതൻ വരാൻ നിൽക്കത്തില്ല. സുഗതൻ മിക്കവാറും ഈ പറയുന്ന രീതിയിൽ രാജിവെക്കും. സുഗതൻ രാജിവെച്ചിട്ട് പിന്മാറും. കാരണം പേടിച്ച് വരത്തില്ല സുഗതൻ. എന്തൊക്കെ പ്രഹസനം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. എന്താണ് ശബരിനാഥ ഈ കാണിക്കുന്നത്? എന്താണിത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. താങ്കൾ എന്താ പറയുക, ഒരു തരത്തിലും ഒന്ന് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടി കുറേയധികം പ്രഹസനങ്ങളൊക്കെ നടത്തിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഒന്ന് ക്യാമറ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചർച്ചയാക്കാം എന്നൊക്കെ തരത്തിലുള്ള ഒരു ചിന്താഗതിയാണോ? അതോ മേയർ കിട്ടാത്തതിനുള്ള ഒരു തരം വെപ്രാളമാണോ ഈ കിടന്ന് കാണിക്കുന്നത്? അതോ ഇന്നലെ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യാതിരുന്നതിൻ്റെ ഒരു കലിപ്പാണ് ഈ കാണിക്കുന്നത്? അല്ല, അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ശരിക്കും പറഞ്ഞാൽ കലിപ്പൊക്കെ കാണിച്ച് നല്ല രീതിയിലൊന്ന് എന്താ പറയുക മുന്നിൽ ഇറങ്ങി നിന്ന് ഇതൊക്കെ ആയിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിൽ, അതായത് ഇന്നലെ ഈ പുറത്ത് വന്ന വീഡിയോസ്, അതായത് ഈ കോർപ്പറേഷൻ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാണ്. ഈ ശബരിനാഥനല്ല സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നതെന്ന് പറയുന്നത്. ശബരിനാഥനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ മുന്നിൽ നിർത്തുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. കാരണം ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ശബരിനാഥ് സ്ത്രീകൾക്ക് പിന്നിലാണ് നിൽക്കുന്നത്. ശബരിനാഥനെ സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് UDFന്റെ സ്ത്രീ കൗൺസിലർമാരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്തൊരു തരം അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ആ സ്ത്രീകളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിലല്ലേ ഈ ശബരിനാഥൻ ചെന്ന് നിൽക്കേണ്ടത്? ഇത് സ്ത്രീകൾക്ക് പിന്നിൽ വന്ന് നിൽക്കുന്നു. ഇതാണോ ശബരിനാഥൻ പറഞ്ഞ വെല്ലുവിളിയുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അറിയാൻ പറ്റിയിട്ട് ചോദിക്കുക. എന്നിട്ട് ഈ ഒപ്പിടാൻ കൊണ്ടുവന്ന രജിസ്റ്ററും എടുത്ത് വച്ചിരിക്കുന്നു. അത് കൊടുക്കത്തില്ല ബാക്കിയുള്ളവർക്ക് ഒപ്പിടാനായിട്ട്. എന്തൊട്ട് പരിപാടികളാണ് കാണിക്കുന്നത്? ഈ വ്യക്തിയാണ് സുഗതനെ വെല്ലുവിളിക്കാൻ പോകുന്നത്. കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നത്. സുഗത ഇപ്പോൾ പേടിച്ച് രാജിവെച്ച് പോകൂടെ, ഇനിയിപ്പോൾ വരത്തില്ല. എന്തോ പറയണം ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ VV രാജേഷ് ഈ ഭരണം UDFനെയും LDFനെയും ഏൽപ്പിക്കണം. കാരണം അവർ അത്രയ്ക്കും വെമ്പൽ കൊണ്ട് അത്രയ്ക്കും ആകപ്പാട് ഇതായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഭരണം പോയി, ഇനിയിപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലോട്ടാവും. കാരണം ഈ VV രാജേഷിൻ്റെ ഇങ്ങനത്തെ ഒരു ഭരണമാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് എല്ലാ അഴിമതികളും പുറത്തു വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അത് മാത്രമല്ല ഇന്നലത്തെ UDFന്റെ പെർഫോമൻസ് കണ്ടതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്. എന്തായാലും LDF മാത്രമല്ല, ഇതിനുള്ളിൽ UDF ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇന്നലെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ഇത്ര വെപ്രാളം കൊള്ളേണ്ട ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ? UDFന്റെ കള്ളത്തരങ്ങൾ എന്തൊക്കെയോ പുറത്തു വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം UDFും ഇമാതിരി കോലാഹലങ്ങൾ അവിടെ സൃഷ്ടിക്കാനായിട്ട് നോക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. വീണ്ടും അവിശ്വാസ പ്രമേയം നടത്താൻ പോകുക. അതായത് ഇന്നലെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം LDF സപ്പോർട്ട് ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ LDF വീണ്ടും LDFന്റെ വക അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഇത് ഇവർക്ക് എന്തുവാണ്? ഇവർക്ക് മണ്ടത്തരമാണോ ഈ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇവർക്ക് സ്വയം മണ്ടന്മാരാവുകയാണോ? അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ എന്നിട്ട് ഇവർ കൊണ്ടുവരുന്നെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വില ഉണ്ടാവുമോ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്? അവർ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇവർ കാരണം പൊളിഞ്ഞ് പാളിസായി. അത് ഇനിയിപ്പോൾ LDF കൊണ്ടുവരുന്നേ താങ്ങി പിടിക്കാനായിട്ട് ഇവർ പോയി കഴിഞ്ഞാൽ എന്ത് വിലയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഉണ്ടാവുക? അല്ലെങ്കിൽ തന്നെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണ്? എന്ത് ഉപയോഗമാണ്? ഒരു ഉപയോഗമില്ല. ഒരു കാര്യം അവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് ശരിക്കും പറഞ്ഞാൽ സുഗതനെ പുറത്താക്കി രാജിവെപ്പിച്ച് അല്ലെങ്കിൽ അസാധുവാക്കിയിട്ട് ഭരണം അട്ടിമറിയണം. എന്നിട്ട് ഒരാൾക്ക് മാത്രം കയറിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടുപേർക്കും കൂടി ഈ പറയുന്ന LDFും UDFും കൂടി കമ്മിയും പൊങ്ങിയും കൂടി ചേർന്നുകൊണ്ട് ഒരു ഭരണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഡെപ്യൂട്ടി മേയറായിട്ട് ശബരിനാഥനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും മേയർ, പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്ന വ്യക്തി മേയർ. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ അത് നടത്തിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ എത്ര കടന്ന് ചാടിയാലും അത് നടക്കത്തില്ല എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള കാര്യം. ഈ പറയുന്ന സുഗതന്റെ രാജിയായാലും എല്ലാം വെള്ളത്തിൽ വരച്ച വരകണക്കാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് പറയുന്നത്. നാട്ടുകാരുടെ മുന്നിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു UDFും ഒരു LDFും. അതിൽ ശബരിനാഥൻ ശരിക്കും പറഞ്ഞാൽ UDFാൽ തഴയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശബരിനാഥൻ. UDFന് പോലും നിലവിൽ വേണ്ടാത്ത തരത്തിലോട്ട് മാറിയിരിക്കുന്ന ഒരു ആളാണ് ശബരിനാഥൻ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ശബരിനാഥന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. MLA ആയിരുന്ന ആൾ ഇപ്പോൾ കൗൺസിലറായി മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ശബരിനാഥൻ രാഷ്ട്രീയത്തിൽ ഒരു ബിഗ് സീറോ ആണ് ഇപ്പോഴും. കാരണം എന്ന് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിൽ വളരെ വലിയ തോതിൽ ഒരു പക്വത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അരുക്കരയിൽ MLA ആയിട്ടിരിക്കാനുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ UDF പിടിച്ച് കൗൺസിലറാക്കിയിരിക്കുന്നു. MLA ആയിരുന്ന ആൾ ഇപ്പോൾ കൗൺസിലറായിരിക്കും. അതും പോരാഞ്ഞിട്ട് UDF ഈ കേരളം ഒട്ടാകെ ഒരു തരംഗമായി മാറിയ ആ ഒരു സമയത്ത്
ഏതെങ്കിലും ഒരു ജയിക്കുന്ന സീറ്റ് UDF കൊടുക്കായിരുന്നു. എന്നിട്ട് കൊടുത്ത സീറ്റ് ഒരിക്കലും ഇനി തലകുത്തി നിന്നാലും ജയിക്കാൻ പറ്റാത്ത നിയമം സീറ്റ് കൊണ്ടുവന്ന് ശബരിനാഥന്റെ തലയ്ക്ക് കിട്ടയ്ക്കുന്നു. എന്ത് കഷ്ടമാണ്. അതിലൂടെ തന്നെ മനസ്സിലാകാം ശബരിനാഥൻ ജയിച്ച് നിയമസഭയിൽ വരണമെന്ന് UDF ഒരു ആഗ്രഹമില്ലാന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ കോൺഗ്രസ് പോലും തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശബരിനാഥൻ മാറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും തഴയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഹസനമൊക്കെ കാണിച്ചുകൊണ്ട് നാലാളെ ഒന്ന് ഇതാക്കാം എന്നുള്ള ആ ഒരു ഇതായിരിക്കാം ഈ കിടന്ന് കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം ശബരിനാഥന്റെ ഈ ഒരു കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോഴത്തേക്ക്. പക്ഷേ അതും വൻ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഇവരുടെയൊക്കെ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറായിട്ടുള്ള VV രാജേഷിനും BJPക്കുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ ഒരു റീ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ BJP തൂത്തുവരുന്ന കാര്യങ്ങൾ മാറി. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇവർ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഈ പറയുന്ന സുഗതന്റെ സ്ഥലത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് BJP വിജയിക്കുന്ന തരത്തിലോട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഈ LDF UDFന്റെ ഒത്തുകളി എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവരുടെ ഈ കോപ്രായങ്ങളും ഇവരുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ ജനങ്ങൾ കണ്ടിട്ട് മടുത്തു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. 5 കൊല്ലം ഈ ഒരു പുതിയ ഭരണസമിതിക്ക് ഭരിക്കാനായിട്ടുള്ള ഒരു ഇത് ജനങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർ 5 കൊല്ലം ഭരിക്കട്ടെ. അവർ ഭരിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ ജനങ്ങൾ അടുത്തവണ മാറ്റും. അങ്ങനെ അത് അനുവദിക്കുകയല്ല ചെയ്യുന്നത്. കയറിയ ഉടനെ 4-5 മാസം ആയപ്പോഴത്തേക്കും അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങളുടെ കള്ളത്തരമെല്ലാം പുറത്തു വരുന്നുള്ള ഒരു രീതി ആയപ്പോഴത്തേക്കും അതിനെ എങ്ങനെയെങ്കിലും സംഭവിപ്പിച്ച് അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ കസേരയിൽ കയറി എന്തൊട്ട് ജനാധിപത്യത്തോടെ അറിയാമല്ലോ. ഇതാണോ ജനങ്ങളുടെ വിധി അംഗീകരിക്കുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? കഷ്ടം. BJPയെ അല്ലെങ്കിൽ സംഘികൾ അങ്ങനെ കാണിക്കും, സംഘികൾ ഇങ്ങനെ കാണിക്കും, മറ്റേത് ഈ മറിച്ച് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ കിടന്ന് താളടിക്കുമല്ലോ. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ കിടന്ന് കാണിക്കുന്ന കൂത്താട്ടങ്ങൾ എന്താണ് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഡബിൾ സ്റ്റാൻഡ് രീതിയാണ് നിങ്ങൾ കാണിക്കുന്ന പല കാര്യങ്ങളും. കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി വരുവാണ്. സംഘികൾക്ക് അനുകൂലമായിട്ട് കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നുണ്ട്. അതിന്റെ ആക്കം കൂട്ടാനായിട്ട് നിങ്ങൾ തന്നെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തു വെക്കുകയാണ് ഇപ്പോൾ കാണിക്കുന്ന ഓരോ കൂത്താട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ UDF LDF അടിവേരിളകുന്ന തരത്തിലോട്ട് നിങ്ങൾ തന്നെ കാര്യം എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.